ഇന്ന് നമുക്ക് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പി ആയിരിക്കും ഇത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാസ്ത ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ഫ്രഷ് സ്വീറ്റ് കോൺ. ഇത് ഞാനൊന്ന് വേവിച്ചെടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിന് പകരം മഷ്റൂം ചേർക്കാം. അതുപോലെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം. 1/4 കപ്പ് ക്യാപ്സിക്കം. ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, ഈ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇവ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരണം. അപ്പോൾ ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഈ മൈദ ഈ ബട്ടറിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മൈദ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൈദയുടെ കളർ നന്നായിട്ടൊന്ന് മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈറ്റ് സോസിന് കളർ മാറിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഈ പാലും മൈദയും നന്നായിട്ടൊന്ന് കട്ട മിക്സ് ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സോസ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സോസ് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് കൂടി നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 30 ഗ്രാം ചീസ് ചേർക്കുന്നുണ്ട്. ഈ ചീസ് ചേർക്കുമ്പോൾ നമ്മുടെ പാസ്ത നല്ല ക്രീമി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് വഴറ്റി വെച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വൈറ്റ് സോസ് നമ്മുടെ ഈ ഒരു പാസ്തയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.